ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസങ്ങളായിട്ട് എടുത്തിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ലഞ്ചിനുള്ള പരിപാടിയാണ്. ഡ്രം സ്റ്റിക്ക് കറിയാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങാക്കോല്, പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ആദ്യം വേവിച്ചിട്ട് എന്നിട്ട് ഇതിൽ നാളികേരം അരച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പച്ച മാങ്ങ കിട്ടുകയാണെങ്കിൽ അതും ഇടും കേട്ടോ. അപ്പോഴാണ് ശരിക്കായ കറിയുടെ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു പുളിപ്പ് വരും കറിക്ക്. പിന്നെ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്, പൊടികളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഉച്ചക്കലത്തെ പരിപാടികൾ അവിടെ നടക്കണം. പിള്ളേരൊക്കെ അവിടെ റൂമുകളിലും ഹാളിലൊക്കെ ആയിട്ട് ഇരുന്ന് കളിക്കുന്നുണ്ട്. ഉമ്മ കായൊക്കെ ഇരുന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. ചിപ്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ മുടി വെട്ടുകാർക്കൊക്കെ വീട്ടിൽ പോയി വെട്ടാമെന്നുണ്ടല്ലേ. ആ സമയത്ത് പിന്നെ ഒന്നിനൊന്നും വൃത്തിയുണ്ടായിരുന്നില്ല, മുടി വളർന്നിട്ടും അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിൽ ഇവിടെ തന്നെ വെട്ടിക്കൊടുത്ത്. കൂട്ടായാനും കളർ അടിക്കണേ കുറുക്കനാ? ഇതാണോ കുറുക്കൻ? വായല്ലേ? വായ ഇഞ്ഞെന്തൂട്ടാ വരക്കാൻ പോണേ? ഇഞ്ഞെന്തൂട്ടാ വരക്കാൻ പോണേ? ഉണ്ടല്ലോ, മറച്ചു നോക്കിയേ. ഇത് ആരാണ്? കരയണ ഇതാരാണ്? അപ്പോൾ ഇതേ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മുരിങ്ങാക്കോല് കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടപ്പെട്ട ഒരു കറിയാണിത്. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് കൂടുതലും വെജിറ്റബിൾസൊക്കെ തന്നെയാണ് വാങ്ങിയിരുന്നത്. ബീഫൊക്കെ വല്ലപ്പോഴും മേടിക്കാറുള്ളൂ. അതും നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉള്ളത് ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് കൂടുതലും. അപ്പോൾ ചിപ്സിനുള്ളത് അവരിവിടെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിപ്സ് ഉണ്ടാക്കിയിട്ട് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് തീർന്നതറിഞ്ഞില്ല, അത്രയും നല്ല ക്രിസ്പി ആയിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ധൈര്യമായിട്ട് നല്ല പോളിങ്ങിൽ പോയിരുന്നു ചിപ്സ്. ഇപ്പോൾ കഴിഞ്ഞിപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസം മുൻപ് എടുത്ത വീഡിയോ അല്ലേ, കുറേ വീഡിയോസ് ഒരുമിച്ചിരുന്നതല്ലേ. അപ്പോൾ അതാണ് ശരിക്കും ഇതുണ്ടാക്കാനുള്ള പാകത്തിനുള്ള കായ തന്നെയാണ് കിട്ടിയിരുന്നത് കേട്ടോ. അത് കാരണം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി, നല്ല മുരിഞ്ഞ് കിട്ടി. എന്തോട്ടെന്ന് അങ്ങനെ രാത്രിയായപ്പോൾ ഒരു ചക്കൊക്കെ കിട്ടി. ചക്കൊക്കെ കഴിച്ച് നല്ല ചക്കയായിരുന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. വൈകിട്ട് ചായ കുടിക്കുന്ന സമയമാണ്. ആബിത്തവിടെ ഇറുക്കിലും ഓലൊക്കെ വെച്ചിട്ട് ഹെലികോപ്റ്റർ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പം ഇന്ന് ബറാത്തരാവായിരുന്നു. അപ്പോൾ ഒരു മധുര പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര അലിയിച്ചെടുക്കുകയാണ്. അരിപ്പൊടി എടുക്കുക. അരിപ്പൊടിയിൽ കുറച്ച് ജീരകവും ചെറിയുള്ളിയും അരിഞ്ഞിട്ടിട്ട് ഈ ശർക്കര മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് നമ്മളിത് ലൂസാക്കി കൊടുക്കും. ശർക്കരയുടെ മിക്സ് ഇതിലൊഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പോരായിട്ടുണ്ടെങ്കിൽ തിളച്ച വെള്ളം വീണ്ടും ഒഴിച്ച് വീണ്ടും ഇളക്കി ഒരു ലൂസ് പരിവാക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നാളികേരം ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ആവിപാത്രത്തിൽ ഒരു പാത്രത്തിൽ ഇത് ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിക്കുക. അപ്പോൾ വേവിക്കുന്നതിൻ്റെ കൂടെ കറുകലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും ഈ ഒരു അപ്പത്തിന്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം കറുകല പൊട്ടിച്ചിട്ടില്ല, വെറുതെ ഇത് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക ഇളക്കിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ആ ബാറ്റർ നമ്മൾ ഇതിൽ ഒഴിച്ചിട്ട് ഈ പാത്രം ആവി കയറ്റുന്ന പാത്രമില്ലേ അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആവി കയറ്റിയിട്ട് ഒരു അപ്പം വേവിച്ചെടുക്കും. പിന്നെ ഡിന്നറിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ബട്ടർ നാനും ബീഫ് കറിയാണ്. ബട്ടർ നാൻ്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ ഇത് വേറൊരു ദിവസത്തെയാണ്. ഇന്നത്തെ ഉപ്പേരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ചക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി മുളകൊക്കെ കുത്തിയിട്ട് കുറേ നേരം ഇങ്ങനെ ഇളക്കി മൂടി വെച്ചാൽ മതി. അപ്പോൾ അത് വെന്ത് കിട്ടിക്കോളും. ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഉള്ളിക്കറി. ഉള്ളി പിന്നെ നാളികേരം വറുത്തരച്ച് വെക്കൂലേ അത്. എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ളിക്കറിയുടെ റെസിപ്പി. ഇത് ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. പിന്നെ അന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അന്ന് വീണ്ടും നല്ലോണം ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ ചക്കൊക്കെ നല്ല ലാവിഷായിട്ട് തന്നെ കഴിച്ച് ബാക്കിയുള്ളത് പിറ്റേ ദിവസത്തിന് എടുത്ത് വെച്ചു. പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ചക്ക എടുത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു ഇടനേരത്തിന് ചക്കയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ വീണ്ടും ചക്കൊക്കെ എടുത്തൊന്ന് കഴിക്കണം. നല്ല തണവും നല്ല മധുരമൊക്കെ ആയിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ ട്രോളൊക്കെ കേട്ടില്ലേ. ഇപ്പോൾ ചക്കക്കുരു കൊണ്ട് കൊറോണ വൈറസിനെ തുരത്താനുള്ള മരുന്നേ കണ്ടുപിടിക്കാനുള്ളൂ. ബാക്കി ചക്കക്കുരു കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ പരീക്ഷിച്ച് തുടങ്ങി. ചക്കക്കുരു ഷെയ്ക്ക് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതുവരെ, കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചക്കക്കുരു ഇട്ടിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരുവും ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി. അപ്പോൾ ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കുകയാണ്. തക്കാളി പിന്നെ പച്ചമുളക് പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്തിട്ട് അതിൽ ചെമ്മീനൊക്കെ കൂട്ടും. അപ്പോൾ അന്ന് ചിപ്സ് ഉണ്ടാക്കിയ കായയുടെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ തൊലിയും പയറും കൂടെ കൂട്ടിയിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ അവിടെ കറിയിലേക്കുള്ള ഉണക്ക ചെമ്മീനും ഒക്കെ റെഡിയാക്കുന്നുണ്ട്. മാങ്ങ, പച്ചമാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ളൊരു കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ കായത്തൊലിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇതിപ്പോൾ സാധാരണ നമ്മൾ ഉള്ളി മുളകും കുത്തിയിട്ടുണ്ടാക്കുന്നതാണ്. പയറവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കായത്തൊലി നല്ല ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിയുടെ മിക്സിംഗ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ വേറെ കാര്യമായിട്ട് പോയി. അപ്പോഴത്തേനും ഉമ്മ അതൊക്കെ അവിടെ റെഡിയാക്കി. ഇനി കടുകൊക്കെ താളിച്ചൊഴിക്കണം. ആ ഒരു മിക്സിയിലേക്ക് നാളികേരം ഒഴിച്ച് നമ്മൾ ഈ മാങ്ങയും ചക്കക്കുരുവൊക്കെ ഇട്ടില്ലേ. അപ്പോൾ ഇതാണ് കറിയുടെ രൂപം. കാണില്ലേ, ചക്കക്കുരുവൊക്കെ കാണില്ലേ, മാങ്ങയും ഉണക്കച്ചെമ്മീനൊക്കെ ഉണ്ട്.
പിന്നെ അതേ പയറും കായത്തൊലിയും ഒക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു എരിവും ഉണ്ടാവും. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ കറി അത്ര എരിവുണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് ഇതൊരു നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പൊറോട്ട പരീക്ഷണം തുടങ്ങി. ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതന്നെ ഉള്ളൂ, കേരള പൊറോട്ട, ലെയർ ഇല്ലാത്തത്. പൊറോട്ടയിലേക്ക് വേണ്ടിയിട്ട് കടലക്കറിയാണ് ഉണ്ടാക്കിയത്, വറുത്തരച്ചിട്ടുള്ള കടലക്കറി കേട്ടോ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. പിന്നെ പൊറോട്ടയുടെ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും പറയണില്ല, അത് മാസ്റ്റർ പീസ് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നോക്കിയിട്ടാണ് പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതേ കേരള പൊറോട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയാണ്, നല്ല ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പൊറോട്ടയുടെ കാര്യം എന്ന് വെച്ചാൽ പൊറോട്ട സോഫ്റ്റ് ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസം പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസത്തേത് വൈകിട്ടത്തെ കാര്യം മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് പറഞ്ഞുതരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഉണക്കമുളക്, പിന്നെ മല്ലി മുഴുവനായിട്ടുള്ളത്, പിന്നെ കുറച്ച് ജീരകം, ഇത് അറബിക് മസാലയിൽ പെട്ട ജീരകമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, ചെറുനാരങ്ങ, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതെല്ലാം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ ബക്കറ്റ് ചിക്കൻ പരീക്ഷിച്ചാലോ അങ്ങനെ മനസ്സിൽ വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉപ്പാനോട് പോയി പറഞ്ഞ്, അപ്പോൾ ഉപ്പ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ബക്കറ്റ് ചിക്കൻ്റെ, ഞാൻ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ മൂപ്പര് വാങ്ങാൻ പോയി, ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഫുൾ ചിക്കൻ വേണമെന്ന് ഞാൻ പറഞ്ഞോ ഇല്ലേ എന്നുള്ളൊരു കാര്യം എനിക്ക് ആലോചിച്ചിട്ട് പിടിയിട്ടില്ല. ഫോണാണെങ്കിലും ഇപ്പോൾ ഫോൺ കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഇനി അന്നത്തെ ബക്കറ്റ് ചിക്കൻ പ്ലാൻ ക്യാൻസലായി എന്ന് ഏകദേശം ഒരു ഉറപ്പായി. അങ്ങനെ ഉപ്പ വന്ന് നോക്കിയപ്പോൾ 8 പീസോളം ആക്കിയിട്ടാണ് ചിക്കൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ബക്കറ്റ് ചിക്കൻ്റെ പ്രതീക്ഷ എന്തായാലും കൈവിട്ട്. അപ്പോൾ എന്തായാലും ഒരു അൽഫാമല്ല തന്തൂരി അല്ലാത്ത പോലെ രണ്ടും കൂടെ കൂട്ടിയിട്ടൊരു ചിക്കൻ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കഴുകിയെടുത്ത ചിക്കനൊക്കെ വരഞ്ഞെടുക്കുകയാണ് എല്ലാതും. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ അതൊക്കെ മിക്സ് ചെയ്ത് പേസ്റ്റാക്കിയതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളതും, പിന്നെ കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾ, കുരുമുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്യാണ്. എന്നിട്ട് ചിക്കൻ പീസസൊക്കെ ഞാൻ നല്ല വെട്ടോത്തിയൊക്കെ ഒന്ന് നല്ല ക്ലീൻ ആക്കിയിട്ട് അതുകൊണ്ടൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അതായത് അൽഫാമിന് ഇങ്ങനെയല്ല ചെയ്യുക, വെറുതെ ഒരു പരീക്ഷണം. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, തൈര് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിരുന്നു. തൈരിൻ്റെ കുറവ് ശരിക്കും എടുത്ത് കാണിച്ചിരുന്നു. ഇത്തരം റെസിപ്പികളിലേക്കൊക്കെ തൈര് കൂട്ടി മിക്സ് ചെയ്താലാണ് ശരിക്കായൊരു എന്താണ് പറയുക, ഒരു ടേസ്റ്റ് കിട്ടുക, ഒരു പുളിപ്പും എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇവിടെ തൈര് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്, തൈര് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ അത് ശരിക്കും ആ ഒരു ചിക്കനിൽ അത് എടുത്ത് കാണിക്കും, തൈരിൻ്റെ കുറവ്. അങ്ങനെ മസാല ഒക്കെ പരട്ടി വെച്ച് ഒരു 3/4 മണിക്കൂറോളം ഞാനത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ അവിടെ പൊറോട്ട ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ആദ്യത്തെ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നേരം ഐഷൊക്കെ അവിടെ ഉറങ്ങണ കാരണം നല്ല സുഖമായിട്ടൊക്കെ ചെയ്യാൻ പറ്റി. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. പൊറോട്ടയുടെ മാവ് അവിടെ കുഴച്ച് വെച്ചതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ.
ഇതിന് മുൻപൊരു പൊറോട്ട പരീക്ഷണം കാണിച്ചില്ലേ, അന്ന് ആബിത്ത് ഒറ്റക്ക് നിന്നിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊറോട്ട പരീക്ഷണം കുറച്ച് വിശാലമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടിട്ട് ചെയ്തപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം പിടികിട്ടുമല്ലോ. ആകെ തിരക്ക് ബഹളമയം, ഉപ്പയും കൂടെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അവസാനം അതവിടെ വെച്ച് പിന്മാറി. ഞാനും കൂടി ഒരെണ്ണം ഒന്ന് വീശി നോക്കാൻ വിചാരിച്ച് നിന്ന്. പിന്നെ ആബിത്ത അവിടെ നിന്ന് എല്ലാവരെയും ഓടിപ്പിച്ച്. കാരണം ഒരാൾ തന്നെ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. ഇതെല്ലാവരും കൂടെ കൈയിട്ട് ചെയ്തിട്ട് ആകെ മൊത്തം കൊളാവും. പൊറോട്ട കൊളായൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടി. അത് കാണിക്കാം. അതിന് മുൻപ് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിലും ബട്ടറും മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിൽ ഒഴിക്കുന്നത്. ബട്ടറൊന്ന് ഉരുക്കിയിട്ട് അതിൽ ഒഴിക്കും. ചിക്കൻ ഇപ്പോൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മളെങ്ങനെ മറ്റേ ഇതില്ലാണ്ട് ഫ്രൈ പാനിൽ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറിയ എണ്ണ ഒഴിച്ചിട്ട് മൂടിയിട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു മെത്തേഡ് ഞാനിങ്ങനെ സ്റ്റൗ ടോപ്പിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അടുപ്പത്ത് വെച്ചും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതേ പൊറോട്ടൊക്കെ എല്ലാം പരത്തി കഴിഞ്ഞു, ചുടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ കാര്യം സിമ്പിളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ പൊറോട്ടയുടെ ആ ഒരു സൗന്ദര്യം ഇരിക്കുന്നത് ഈ ഒരു അടിയിലാണല്ലോ ഇങ്ങനെ. അപ്പോൾ ആ ലെയറുകളൊക്കെ ഒന്ന് പുറത്തേക്ക് ചാടി വരാനായിട്ട് ഇങ്ങനെ അടിക്കണ്ടേ നമ്മൾ. അപ്പോൾ ബാക്കി പൊരിക്കാനുള്ളത് ഞാൻ വിറകടുപ്പിൽ വെച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഒരു ഇത്തിരി സ്മോക്കി സ്മെല്ലും കിട്ടും. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ, 2 പീസും കൂടി ഉള്ളൂ റെഡി ആവാനായിട്ട്. പൊറോട്ടയൊക്കെ പിന്നെ പൊറോട്ടയുടെ ഉണ്ടാക്കലൊക്കെ ആദ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയില്ലേ ഇന്ന്. ഈ ഒരു നോമ്പ് കാലം എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.